ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നമുക്ക് എത്ര ഉപ്പ് വേണം, നമുക്ക് എത്ര എരിവ് വേണം, അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ മിക്സ്ചർ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് റീയൂസ് ചെയ്യാത്ത എണ്ണയൊക്കെ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ട് മിക്സ്ചർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മിക്സ്ചർ തയ്യാറാക്കുന്നത് കടലമാവും അരിപ്പൊടിയും ഉപയോഗിച്ചാണ്. അതിലേക്കുള്ള ബൂന്തി, സേവ്, പക്കാവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ കപ്പലണ്ടി, പൊട്ടുകടല, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയും നമ്മൾ വറുത്തിടുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് കടലമാവ് അഥവാ ബേസൻ എടുക്കണം. 3/4 കപ്പ് അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയാണ്. പിന്നെ ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, ടർമറിക് പൗഡർ 1.5 ടീസ്പൂൺ, കായം 1.5 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. അതിൽ നിന്നും ഒരു 1/3 ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. മിക്സറിന് 2 ബൂന്തിയും സേവുമുണ്ട്. അപ്പം നീളത്തി കിടക്കുന്ന അത് സേവ് എന്ന് പറയും. അതുണ്ടാക്കാനായിട്ട് നമുക്ക് പൊടി കുഴിച്ചെടുക്കാം. അപ്പോൾ ഈ മാവിനകത്തേക്ക് കുറച്ച് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട്, കോക്കനട്ട് ഓയിലാണ് നമ്മൾ മിക്സർ തയ്യാറാക്കുന്നതെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുക. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് ഇതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ സേവും പക്കാവടയും തയ്യാറാക്കുന്നത്. 1/3 ഭാഗം മാറ്റി വെച്ചതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിക്കാം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് അത് വേണ്ടത്. അത് മിക്സറിൽ ആ ഉണ്ട പോലെ കിടക്കുന്ന ബൂന്തി തയ്യാറാക്കാനാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് വേണ്ടത്. ഉപ്പൊക്കെ ഒന്ന് നോക്കണം, പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് 1/2 കിലോ എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ബൗള് നിറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. ആദ്യം തന്നെ നമ്മൾ കറിവേപ്പിലയൊക്കെ വറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ എണ്ണയിൽ നിൽക്കും. അപ്പോൾ പിന്നീട് വറക്കുമ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളി ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് ഒരു തുണിയിൽ ഒപ്പി അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് ചതച്ചെടുത്തതാണ്. ഇത് വെളുത്തുള്ളി ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലാത്തവർ ചേർക്കണ്ട. ഇതൊരു മൊരിഞ്ഞ് കഴിയുമ്പോൾ അതും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. ഇനി സേവാനാഴിയിലെ ഇതുപോലത്തെ അച്ചെടുക്കണം. ഏറ്റവും ചെറിയ ഹോളുള്ള അച്ചെടുത്തിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് മാവ് അതിലേക്ക് നിറച്ചു കൊടുക്കാം. നമുക്ക് തിളച്ച എണ്ണ മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ട് ഇത് അതിലേക്ക് ഞെക്കിയിടാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയില്ലെങ്കിൽ ആദ്യം ഇട്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇനി ആ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് തന്നെ ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. എണ്ണയിലേക്ക് ഞെക്കിയിടുമ്പോൾ മാവ് മുറിയാതെ കിട്ടുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം. മൊരിഞ്ഞു കഴിയുമ്പോൾ അത് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് സ്പൂൺ അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അന്നേരം അത് മറിച്ചിട്ടാൽ മതി. ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ആ കളറ് മാറരുത്, യെല്ലോ കളറിൽ തന്നെ ഇരിക്കണം. കരിഞ്ഞു പോയി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ആ കറക്റ്റ് പാകത്തിന് എടുക്കണം. ലൈറ്റ് യെല്ലോയിഷ് ആകുമ്പോൾ തന്നെ അത് എടുക്കണം. അതിൽ ഡാർക്ക് കളർ ആവരുത്. ഇപ്പോൾ അതൊരു പാകമായിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമ്മൾ എടുക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാ മാവും തയ്യാറാക്കി എടുക്കണം. 2/3 ഭാഗം എടുത്തതിൽ കുറച്ച് പക്കാവടയും ഉണ്ടാക്കി ഇടുന്നുണ്ട്. അതിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സേവെല്ലാം വറുത്ത് കോരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള അച്ചെടുക്കണം. ഇത് പക്കാവട ഉണ്ടാക്കുന്നതാണ്. മാവ് നിറച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി ഇടാറില്ല. ഞാനിപ്പോൾ അത് ഉണ്ടാക്കി. അതുമൊക്കെ കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ. ഇതുപോലെ തന്നെ
വൺ സൈഡ് ക്രിസ്പി ആവും. അപ്പോൾ നമുക്ക് മറിച്ചിടാം. ഇതും ഒരുപാട് മൂത്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇതും ഇപ്പം മൂത്തിട്ടുണ്ട്. 2-3 സെറ്റ് പക്കാവട ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഹോളുള്ള ഒരു കയ്യിലെടുക്കണം. സ്റ്റീലോ പ്ലാസ്റ്റിക്കോ തടിയുടെ ഏതായാലും കുഴപ്പമില്ല. കുറച്ച് വലിയതാണെങ്കിൽ നല്ലതാണ്. മാവ് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയുടെ മുകളിൽ കാണിക്കണം. ഇത് പതുക്കെ പതുക്കെ ബോളായിട്ട് എണ്ണയിലേക്ക് മാവ് വീഴുമ്പോൾ നമുക്ക് ബൂന്തി തയ്യാറായി കിട്ടും. പതുക്കെ പതുക്കെ വീഴണം, അപ്പോഴേ നമുക്ക് ആ ഷേപ്പിന് കിട്ടുള്ളൂ. എണ്ണയോട് അടുപ്പിച്ച് നമ്മൾ പിടിക്കുക, അപ്പോൾ തന്നെ വീണോളും. എന്നിട്ട് തീരുന്നതനുസരിച്ച് മാവ് അതിൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം. മൂക്കുന്നതിനനുസരിച്ച് അത് കോരിയെടുക്കുകയും ചെയ്യുക. ഇതുപോലെയാണ് ബൂന്തി തയ്യാറാക്കുന്നത്. വെള്ളം കൂടുതലൊക്കെ ആയാൽ അതിങ്ങനെ സ്പ്രെഡായി പോകും, നമുക്ക് ബോളായിട്ട് കിട്ടത്തില്ല. കുറച്ചുകൂടി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. കരിഞ്ഞു പോകാതെ കോരിയെടുക്കുക. ഇപ്പോൾ മുഴുവൻ ബൂന്തിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. പീനട്ട് ആണ്, കടലയെന്നും ചില സ്ഥലങ്ങളിലൊക്കെ പറയും. തൊലിയോട് കൂടി ഇടുന്നതാണ് നല്ലത്. ഇതും ഒന്ന് കഴുകി ഉണക്കിയൊക്കെ എടുത്താൽ നല്ലതാണ്. അതൊരു ഡാർക്ക് കളർ ആകുമ്പോഴേക്കും അത് മൊരിഞ്ഞിട്ടുണ്ടാകും. ആദ്യം ഒരു സോഫ്റ്റ്നെസ് തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇതും കോരി എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം. നിങ്ങളത് നോക്കി ഉണ്ടാക്കിയാൽ മതി. 1 കിലോ മിക്സ്ചർ കിട്ടും. ഇനി പൊട്ടുകടലയാണ് വറക്കാൻ പോകുന്നത്. ബംഗാൾ ഗ്രാമിൻ്റെ പരിപ്പാണിത്. ഇതിങ്ങനെ വാങ്ങാനായിട്ട് ഷോപ്പിൽ കിട്ടും. നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു പരിപ്പാണിത്. പൊട്ടുകടല എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഒരു 150 ഗ്രാമോളം പൊട്ടുകടല ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും നമുക്കൊന്ന് വറുത്ത് കോരാം. ഇപ്പം മിക്സറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വലിയ ബേസണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ടൈപ്പ് പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഓരോന്നും അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ബേസനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേവ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിക്കരുത്, മിക്സറിൻ്റെ ഒരു ഭാഗം
കവട ഇട്ട് കൊടുക്കാം അതിലേക്ക്. അതും ഇതുപോലെ പൊടിച്ചെടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കടല, കപ്പലണ്ടി എന്നൊക്കെ പറയുമല്ലോ, അടുത്ത് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി പൊട്ടുകടല ഇടാം. വെളുത്തുള്ളി വറുത്തത്, കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ നോർമൽ ചില്ലിപ്പൊടിയാണ് എടുത്തത്. ഇപ്പോൾ കാശ്മീരി ഇടാൻ കുറച്ച് കളറും കിട്ടും. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ ബൂന്തി ഇടാൻ മറന്നുപോയി. ഇതാ ഇപ്പോൾ ഇടാം, ഇപ്പോഴാണ് ഓർത്തത്. അതും കൂടി ഇട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. കഴിച്ചു നോക്കണം നിങ്ങൾക്ക് പാകത്തിനുള്ള എരിവായോ ഉപ്പായോ എന്നൊക്കെ. പോരെങ്കിൽ ആവശ്യമനുസരിച്ച് എരിവും ഉപ്പും കായവും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവ് കുറവായിരുന്നു. ഇപ്പം എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.